guys. അപ്പൊ ഗൈസ് നമ്മൾ പോവാണ്. ഇതാണ് ഞാൻ എടുത്ത എൻ്റെ പുതിയ ഹെൽമെറ്റ്. ഹേ ഗൈസ്, അപ്പം ഇന്ന് രാവിലെ അല്ല, നാളെ രാവിലെ 4 മണിക്ക് ഞങ്ങൾ ഒരു വലിയ ലോങ് ട്രിപ്പ് പോവാണ്. എൻ്റെ ജീവിതത്തിലെ അല്ലെ എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ ലോങ് ട്രിപ്പ് ആയിരിക്കും അത് ഞങ്ങൾ പോകുന്നത് ബൈക്കിലാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ലേ അടിക്കാൻ പോവാണ്, ഉംലിംഗ്ല പാസ് അതെല്ലാം ചുറ്റി വരാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പം നാളെ രാവിലെയാണ് നമ്മൾ പോണത്. അപ്പം ഇന്ന് ഒരുപാട് പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. പാക്കിങ് കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബൈക്കിന് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ബൈക്ക് ഇനിയിപ്പോൾ ഒന്ന് കഴുകണം. ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്തു. ഇനിയിപ്പം ഓയിൽ ചേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയിനൊന്ന് മുറുക്കണം. ചെയിനാണെങ്കിൽ ലൂസാണ്, ചെയിൻ മുറുക്കണം. പിന്നെ ഈ മുമ്പിലത്തെ ടയറില്ലേ ഗൈസ്, ഈ മുമ്പിലത്തെ ടയർ മൊത്തം ഈ ഒരു സൈഡാണ് വെട്ടി തേഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട് കഴിയുമ്പോൾ അഡ്ജസ്റ്റബിൾ ആവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ പാക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. ഞാനും എൻ്റെ കൂട്ടുകാരൻ അലനും പിന്നെ ഷാക്കിലുമാണ് പോണത്. ഞങ്ങൾ 3 പേര് 2 വണ്ടിക്കാണ് പോണത്. എന്താണെന്ന് ഒരു ഇതുമില്ല, നമ്മൾ ജസ്റ്റ് പ്ലാൻ ചെയ്തു അങ്ങ് ഇറങ്ങാണ്. കാരണം ഒരുപാട് പ്ലാനിങ് ചെയ്താൽ ഒന്നും നടക്കൂല. പിന്നെ ഇന്ന് എൻ്റെ പുതിയ ക്യാമറ വരാനുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പുതിയ ഹെൽമെറ്റൊക്കെ എടുത്തു, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ എടുത്ത എൻ്റെ പുതിയ ഹെൽമെറ്റ്, ലെപ്പേർഡ് എഡിഷൻ, നമ്മുടെ K-White. ഞാൻ ഉപയോഗിച്ച് നോക്കിയായിരുന്നു, കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, രസമാണ് ഹെൽമെറ്റ് ഉപയോഗിക്കാൻ. എൻ്റെ പണ്ടത്തെ ഹെൽമെറ്റ് ആകെ പോയി. ഇതായിരിക്കും എൻ്റെ കൂട്ടുകാരൻ സാക്കിൽ വെച്ചേക്കണേ. സാക്കിലിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ കൂടെ മണാലി ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നത്. പുള്ളി ഇവിടുത്തുകാരനല്ല, കൊൽക്കത്തക്കാരനാണ് ഗൈസ്. അപ്പം അതൊക്കെയാണ്. പിന്നെ അതുകൂടാതെ ഇന്ന് വേറെ കുറച്ച് പരിപാടിയുണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമാണ്, ചാർലി എന്ന് പറഞ്ഞ്. എൻ്റെ പ്രായമുള്ളൂ ഗൈസ്, അവൻ്റെ കല്യാണം. ആലോചിക്കാൻ പോലും പറ്റുള്ള കല്യാണം എന്തായാലും ഗൈസ്. അപ്പം ഇനി നമ്മൾ ടയറൊന്ന് തിരിച്ചിട്ടിട്ട് ചെയിനൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ ഇനി കുറച്ച് പാക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോ കാണിക്കാം. അത്രേ ഉള്ളൂ, പെണ്ണിച്ചതേ ഉള്ളൂ. ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. പിന്നെ നമ്മുടെ വണ്ടി ലൂസ് അല്ലായിരുന്നു ഗൈസ്, ടൈറ്റ് ആയിരുന്നു. മറ്റേ റെഡിച്ചുകാർ നമ്മളവിടെ പോയപ്പോൾ അവർ ഭയങ്കരമായിട്ട് ടൈറ്റ് ആക്കി വെച്ചു. ഇപ്പം ലൂസായി സെറ്റായി വണ്ടി മൊത്തത്തിൽ. ഓക്കെ, ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പം നമ്മുടെ ഹെൽമെറ്റ് മൗണ്ട് വന്നിട്ടുണ്ട്. ഇതിന് വന്ന് 400 രൂപ. അപ്പം 350 രൂപയ്ക്കൊക്കെ കിട്ടും ആമസോണിൽ ഇതൊക്കെ. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം, ക്യാമറ. DJ. പക്ഷെ വേറൊരു കാര്യം ഉണ്ടല്ലോ ഗൈസ്, ഞങ്ങൾക്ക് നാളെ രാവിലെ പോകാൻ പറ്റൂല. എന്താ കാരണം പറ ഗൈസ്? ഡെലിവറി എന്ന് പറഞ്ഞ ഒരു ഡെലിവറി ആൾക്കാരാണ് നമുക്ക് സാധനം ഡെലിവറി ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങളിത് ഒരു മിനിറ്റാ, അത് വീഡിയോ എടുത്തിട്ട് പൊട്ടിക്കാം. ഇത് എന്നിട്ട് ആ തെണ്ടികൾ അത് ഇതുവരെയും ഡെലിവറി ചെയ്തില്ല. അത് കാരണം ഞങ്ങൾ നാളെ കഴിഞ്ഞായിരിക്കും പോകുന്നത് ഗൈസ്. അപ്പം നമുക്ക് ഇതിന്റെ അൺബോക്സിങ് കാണിക്കാം. അൺബോക്സിങ് ചെയ്യുന്നത് അൽനീലാസ് ആണ് അൺബോക്സ് ചെയ്യുന്നത്. ഇത് പറഞ്ഞു കൊടുക്കട്ടെ, ഇത് ഓസ്മോ ആക്ഷൻ 5 മേടിക്കാനായിരുന്നു ഉദ്ദേശം. സാമ്പത്തിക മാന്ദ്യവും അതുപോലെ തന്നെ എല്ലാം ഇത് കാരണം. പിന്നെ ഇത് ഭയങ്കര ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. 28 രൂപ 29 രൂപയായിരുന്നു ഇതിന് മറ്റേ ഓഫറായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പം അതെ, അലൻ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ DJ. ഇനി ഇതിലായിരിക്കും നമ്മൾ വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ അഡ്വഞ്ചർ കിറ്റാണ് ഓർഡർ ചെയ്തേക്കണം, അഡ്വഞ്ചർ കോംബോ. അപ്പോൾ അഡ്വഞ്ചർ കോംബോയിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അൺബോക്സ് ചെയ്തിരിക്കുന്നു, വേഗം ആവട്ടെ. എൻ്റെ ഇത് ആക്സസറീസ് അഡ്വഞ്ചർ കിറ്റിൻ്റെ. ഇത് ക്യാമറ ഏതാ? ഇതാണ് ഗൈസ് നമ്മുടെ ആക്ഷൻ ക്യാമറ 4. എടുക്ക്. ഇതാണ് ഗൈസ് DJ. ഇതിൻ്റെ കവറ്. ഇത് സ്റ്റാൻഡേർഡ് കോംബോയ്ക്കുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ. തരൂ. ഇതാണ് നമ്മുടെ ക്യാമറ. വാവ്, ഇതിന് മറ്റേ ഇതൊക്കെ ഉണ്ടാ,
ലെങ്സ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ലെങ്സ് പ്രൊട്ടക്ഷനൊക്കെ ആയിട്ട് തന്നെ ചെറുതാട്ടോ. ഞാൻ ഇത് കണ്ടപ്പോൾ കുറച്ചുകൂടി വലിപ്പമായിട്ട് തോന്നി. ഇതാണ് ആക്സസറീസ്. ഇതാണ് അഡ്വഞ്ചർ കിറ്റ് മേടിക്കുമ്പം നമുക്ക് തന്നെ ആക്സസറീസ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇത് അത് തന്നെ. ഇത് ചാർജിങ്ങിൻ്റെ കേബിള്. പിന്നെ അതെന്തായിരുന്നു, ഇത് മറ്റേ മൗണ്ട് അല്ലേ, മൗണ്ട്. പിന്നെ മെയിൻ സാധനം അതല്ല, മെയിൻ സാധനം ഇതാണ് ഗൈസ്. ഇതാണ് ഇതിൻ്റെ കൂടെ അഡ്വഞ്ചർ കിറ്റ് മേടിച്ചാലുള്ള ഗുണം. കാരണം ഇതിൽ എക്സ്ട്രാ 2 ബാറ്ററി ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും വ്ളോഗിങ്ങിന് പ്രശ്നമില്ല. പിന്നെ ഈ ആക്ഷൻ ക്യാമറയുടെ 5 Proയിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 Proയിൽ ഇതിലും കൂടുതൽ ചാർജ് ചെയ്യും. പക്ഷേ നമുക്കിതൊക്കെ ധാരാളം, കാരണം 3 ബാറ്ററി. ഇത് ഒരെണ്ണം എന്തായാലും വരും, എക്സ്ട്രാ 2 ബാറ്ററി കൂടി ഉണ്ട് ഗൈസ്. അപ്പം പിന്നെ ഇത് ഇവിടെ ചാർജ് ചെയ്താൽ മതി, ചാർജിങ് കേസ്. പിന്നെ നമ്മുടെ പിടി പിടി ദാറ്റ് ഈസ്, ഇത് ഇൻവിസിബിൾ മൈക്ക് ആക്കാൻ പറ്റും നമുക്ക്. നമ്മുടെ 360 ഇതില്ലേ, ഇൻസ്റ്റാ 360 ഒക്കെ പോലെ നമുക്ക് ഇൻവിസിബിൾ മൈക്കൊക്കെ ആക്കാൻ പറ്റും. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് ഇത് ഓൺ ചെയ്യാം ഗൈസ്, ഓൺ ചെയ്യാം. ഇത് പിടി. അങ്ങനെ ഗൈസ് നമ്മുടെ സാധനം ഓണായി. ഇപ്പുറത്ത് ബാക്കിൽ ഗൈസ്. ഇനി നമുക്കിത് സെറ്റപ്പ് ചെയ്തിട്ട് കാണിക്കാം. ഇതിപ്പോൾ ഓണായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സെറ്റപ്പ് ചെയ്തിട്ട് കാണിക്കാം. നീ ഇത് ഒട്ടിക്ക് ഗൈസ്. അപ്പം ഞങ്ങൾ മൗണ്ട് ഒട്ടിക്കാൻ പോവാണ്. അലനാണ് ഒട്ടിച്ച് തന്നെ. അതാകുമ്പം അലൻ എങ്ങനെ ഒട്ടിക്കലും മാറ്റി കഴിഞ്ഞാൽ തെറി പറിക്കാമല്ലോ. അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ അലനെ കൊണ്ട് ഒട്ടിക്കുക. അലൻ ക്യാമറ ഓൺ ആക്കി. ഇനി ഇതിലെ സെറ്റിങ്സ് ഒക്കെ കാണിച്ച് ഇതിൻ്റെ വീഡിയോ നമുക്ക് കാണിച്ച് സെറ്റിങ്സ് ഒക്കെ മാറ്റി വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അത് നൻപൻ അലൻ അവിടെ ഇരുന്ന് ഒട്ടിക്കുന്നു. ഇത് ശരിയായില്ലെങ്കിൽ നീ തീർന്നു. കണ്ടോ, അലൻ്റെ വളരെ ശക്തമായ ഒട്ടിക്കൽ. അത് തന്നെ കണ്ടോ ഗൈസ്, ഇത്ര സിമ്പിളാണ്. അതാണ് അലൻ. ഏതാ മൂഡ്? അലൻ മൂഡ്. അത് ഓറഞ്ച് വിട്ട് ഒട്ടിക്കേ. അവസാനം ഹെൽമെറ്റ് ഓട്ടോ ചെയ്തിട്ടല്ല. ഹേ ഗൈസ്, അപ്പം ഞങ്ങളുടെ സൗണ്ട് ടെസ്റ്റാണ്. അല എന്തെങ്കിലും പറഞ്ഞാല? ഒന്നും പറയണ്ട. അതെന്ത് തൈര് അങ്ങനെയല്ല, എന്തെങ്കിലും പറ. ഇതിർക്കും ചതിച്ചോണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിപ്പോ നാളെ ഓടാം. എന്റെ ചെയിൻ ശരിയായി, നിന്റെ ചെയിന് കുഴപ്പമില്ലോ അല്ലേ ഗൈസ്? പോണ കാര്യം നമ്മുടെ ഇവന്റെ വണ്ടിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് ചുമയും പനിയൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി പോണ വഴിക്കായിരിക്കും പണി കിട്ടണേന്ന് എന്റെ മനസ്സ് പറഞ്ഞു. ഇന്ന് മണാലി പോവാൻ മണാലി പോവാൻ നിന്നിട്ട് മറ്റേ മണാലി അല്ല ലഡാക്കിൽ പോവാൻ നിന്ന് വർക്കിന് പോയില്ല മണ്ടൻ. അയ്യോ ദേ മീശയൊക്കെ വന്നോ? ഏത് മൂട്? മീശ അല്ല, എന്താ ഓർഡർ ചെയ്യണേ? നീ ഡയറ്റില്ലാന്ന് പറഞ്ഞിട്ടല്ല, എന്താണ്? അല്ല ഡയറ്റില്ല, 10 കിലോ കൂടി. വേറെ കുഴപ്പമില്ല. You don't want beef? എനിക്ക് എന്ത് വേണോ നീ കഴിച്ചു. Day 2, day 3, day 4. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ഇന്റർകോം വന്നു ഗൈസ്. ഇന്റർകോം വന്നു, അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നാളെ നമ്മുടെ യാത്ര പോവും. ഇത് എപ്പോൾ തുടങ്ങിയ വ്ളോഗാന്നറിയാവോ? ഞാൻ നാളെ പോവും ഗൈസ്. നാളെ തന്നെ ഞങ്ങൾ പോവും. ഇപ്പൊ ഇവിടെ എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. എൻ്റെ ഹെൽമെറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്, സെറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ ഇത് സെറ്റ് ചെയ്തു. ഈ ഒരു സാധനമാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആക്കിയത്. ഒരാഴ്ച, 1 week വി ആർ ബാക്ക്. അപ്പോൾ ഗൈസ് നാളത്തെ ഒരുക്കങ്ങളൊക്കെ ഇനി കാണാം. ഞങ്ങൾ ഇനി കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുക്കങ്ങൾ കണ്ടിട്ട് നാളെ മുതൽ നമ്മൾ ശരിക്കുമുള്ള വ്ലോഗുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ് ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ പാക്കിംഗ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊന്ന് പോയി കുളിച്ചിട്ട് ഇനി റെഡി ആയിട്ട് ഞങ്ങൾ 10 മണി 11 മണി ആകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോവും. അതാണ് പരിപാടി ഗൈസ്. അങ്ങനെ നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. യെസ്, കോസ്റ്റ്യൂം ഗൈസ് കാണിച്ചു തരാം. ഇതാണ് കോസ്റ്റ്യൂം. ജാക്കറ്റ് അലൻ, ഇവനേതാ ഗൈസ്. അപ്പം അലൻ ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തൊരു മഞ്ഞപ്പ് ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഹായ്, ഇതാണ് പ്രമുഖ യൂട്യൂബർ അയ്യപ്പൻ.
അയ്യപ്പ ഞങ്ങൾ പോണതിനെ കുറിച്ച് എന്താ പറയാനുള്ളേ? നിനക്കെന്താ പറയാനുള്ളേ? അയ്യോ വിസ്മി എന്താ പറയാനുള്ളേ? ഇതാണ് എന്റെ ഒരൊറ്റ ഒരു കാര്യം. അത് ശരി ഗൈസ്, ഫുൾ പാക്ക്. ബൈ. നീ പോണോ? ബാംഗ്ലൂർക്ക് അല്ല, നേരെ ഹൈദരാബാദ് പിടിക്കോ? സ്റ്റേ ഇല്ല, അതാ ഇപ്പൊ ഇറങ്ങണേ. ഹൈദരാബാദ് 20 മണിക്കൂർ, 1040. നാളെ 5 മണിക്ക്, നാളെ 5 മണിയാകുമ്പം ഹൈദരാബാദ് എത്തണം. ആ അതല്ലേ ഇപ്പൊ ഇറങ്ങണേ, അല്ലേ ഉറങ്ങിട്ട് ഇറങ്ങിയാ പോലെ ഞങ്ങക്ക്. ഓക്കെ ഓക്കെ ബൈ ഗൈസ്. അപ്പം ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ ഹൈദരാബാദ് എത്തലാണ് ഗൈസ് പ്ലാൻ. എത്രത്തോളം എത്തുന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഞാനും അല്ലേ വണ്ടി ഓടിക്കണേ, അല്ലടാ ഗൈസ്. അപ്പം ഇനിയിപ്പം വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ഷൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റിൽ എന്തോരം കിട്ടുന്നൊന്നും അറിയില്ല. നമുക്ക് നാളെ മുതൽ ആക്ഷൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാം, അല്ലടാ? അല്ലാന്ന് ഇപ്പൊ ആക്ഷൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്താ ഫുള്ള് ഇരുട്ടായിരിക്കുന്നു. അതെ, അല്ലാതെ അത് കുഴപ്പമില്ല, നീ ചുമ്മാ എന്തെങ്കിലുമൊക്കെ മൊഴി. അപ്പം അത് കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതിയല്ലോ. അതാണ് പോയിന്റ്. അപ്പൊ ഗൈസ് എല്ലാം പാക്ഡ് ആയി. ഇനി അത് കെട്ടി വെക്കണം. കെട്ടി വെച്ചിട്ട് കാണണം. കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടി എവിടെ വരെ എത്തിയടാ? നീ എവിടെ എത്തി? അവിടെ എത്തിയാ? പിടിച്ചേ വീട് എടുത്തോ? സിമ്പിൾ. എടാ നമുക്ക് സൈഡിൽ വെച്ചാലോ? ഓക്കെ സെറ്റ് അല്ലേ? ഓക്കെ. ഓഫ് റൈഡിംഗില് സെറ്റ് ആവില്ല. അല്ല ഓഫ് റൈഡ് അല്ല, നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ലഗേജ് ഓഫ് ലോഡ് ചെയ്യും. ഗൈസ് 2 സെറ്റ് ചെയ്തു. ഇനി 2 കൂടി ഉണ്ട്. 2 കൂടി ഇത് കാണിച്ചു കൊടുക്കടാ. നീയൊക്കെ അവിടുത്തെ യൂട്യൂബറാ. ഗൈസ് അപ്പൊ ഗൈസ് നമ്മൾ പോവാണ്. ഓക്കെ ബൈ. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തന്തൂരി ചിക്കനുണ്ട്. തന്തൂരി ചിക്കനും ചപ്പാത്തിയും വന്നിട്ടുണ്ട്. അപ്പം ഫുള്ള് വേണ്ട, നമുക്ക് നോക്കിയിട്ട് പറയാം. എടാ നോക്കിയിട്ട് പറയാല, എന്തിന് ഇത്ര ഇത് കൊള്ളൂലെങ്കിലോ? തിങ് ഗൈസ്. അപ്പം ഞങ്ങൾ ഫുഡ് വരട്ടെ. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരുമായിരിക്കും. ആരുമില്ല. AC ഡൈനിങ് ഓഫാക്കി ഗൈസ്, അതാണ് പറ്റിപ്പോയത്. എടാ AC ടൈം ഇത്ര ആയതുകൊണ്ടാണ് ഓഫാക്കിയത്, അതാണ്. ഇതിലോട്ടെ. അങ്ങനെ ഈ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഈ ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ ഹൈദരാബാദ്, അല്ലെങ്കിൽ എപ്പോൾ ഉറക്കം പറ്റും അവിടെ നിർത്തും, അത്ര തന്നെ. അല്ല യെസ്. പെട്രോൾ അടിക്കാൻ കടയിൽ കയറിയതാണ്. ഇത് പിടി. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു. ഫുൾ ടാങ്ക് ആക്കി. ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി നേരെ നമ്മൾ കുറച്ച് ചായ കുടിക്കാനൊക്കെ നിർത്തുന്നുള്ളൂ. നമ്മൾ എങ്ങനെയെങ്കിലും ഹൈദരാബാദ് പിടിക്കാനാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നേരെ നമ്മൾ പോവാണ്. ഇനിയിപ്പോൾ വീഡിയോ ഒന്നുമില്ല ഗൈസ്, മഴയായിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴേ നല്ല മഴ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി വലിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും. ഇനി രാവിലെ ആയിട്ട് കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. ഈ രാത്രി ഒന്നും കാണാനില്ല, മഴയും പെയ്തു തുടങ്ങി. ശോകം.